എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഭക്ഷ്യയോഗ്യമായ ഒരു മത്സ്യമാണ് സ്രാവ്. ഏകദേശം 480 പരം തരം സ്രാവുകൾ ഇന്ന് കടൽ ജലത്തിൽ, സമുദ്രജലത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ധാരാളം വിഭാഗത്തിൽപ്പെട്ടവ ആക്രമണകാരികളാണ്. പറഞ്ഞാൽ അടുത്ത് ചെല്ലുന്ന മനുഷ്യനെയോ എന്തിനു വേണമെങ്കിലും അത് കടിച്ചു കീറി കൊന്നുകളയും. അതുപോലെ ആക്രമണ സ്വഭാവമുള്ളതായ ധാരാളം സ്രാവുകൾ ഈ സ്രാവിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. എന്നാൽ ഈ സ്രാവുകളെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇതിൻ്റെ ആക്രമണ സ്വഭാവം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഒർലാൻഡോ എന്ന് പറയുന്നതായ സ്ഥലത്ത് ഒരു മത്സ്യ സംരക്ഷണ കേന്ദ്രമുണ്ട്. ഒരു മീൻ വളർത്തൽ കേന്ദ്രമുണ്ട്. അത് ഭൂമിക്കടിയിൽ, അതായത് ഒരു വലിയ ജലാശയം നിർമ്മിച്ചിട്ട് അവിടെയാണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്രമണകാരികളായ ഈ സ്രാവുകളെ നമുക്ക് അടുത്തറിയുവാനും കാണുവാനും ഒക്കെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അത് ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മനുഷ്യന് കടന്നു പോകാനായിട്ട് കഴിയുന്ന രീതിയിലുള്ളതായ ഈ ജലാശയത്തിൽ തന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതായ ഒരു ഇടനാഴിയുണ്ട്. ഈ ഇടനാഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇരുപുറവുമായിട്ട് നമുക്ക് ഈ മത്സ്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. ഈ സ്രാവുകളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ആക്രമണ സ്വഭാവമുള്ള ഈ സ്രാവിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു മാർഗമാണ് ഈ ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നതായ ഈ ഇടനാഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ഭക്തനെയും സംരക്ഷിക്കാൻ വേണ്ടി, ശത്രുവിൻ്റെ പീഡയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനും ചില പദ്ധതികളുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അതായത് സങ്കീർത്തനം 3:3 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ദാവീദ് ഇങ്ങനെ പാടി: നീയോ കർത്താവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു എന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദാവീദിൻ്റെ ജീവിതം ആക്രമണം എപ്പോഴും നേരിട്ടുകൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു. ആരംഭകാലഘട്ടങ്ങളിൽ താൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരടിയും സിംഹവും തന്നെ ആക്രമിക്കാൻ വന്ന് തൻ്റെ കയ്യിൽ നിന്ന് ആടിനെ പിടിച്ചുകൊണ്ടു. തൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ പിടിച്ചുകൊണ്ടുപോയി ഈ ദാവീദ് നേരെ ചെന്ന് എന്ന് വെച്ചാൽ ഈ സിംഹത്തിൻ്റെ വായിൽ നിന്നും അതുപോലെ കരടിയുടെ വായിൽ നിന്നും ആടുകളെ സംരക്ഷിക്കുകയും അതോ രക്ഷിക്കുകയും അവയെ താടിക്ക് പിടിച്ച് അവയെ അടിച്ചു കൊല്ലുകയും ചെയ്തു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഗോലിയാത്ത് എന്ന് പറയുന്നതായ ആ മഹാമനുഷ്യനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് അവനെ വകവരുത്തിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെയധികം ഭീഷണിയുടെ മുമ്പിലായിരുന്നു ദാവീദിന്റെ ജീവിതം ഉണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു ചോദിച്ചാൽ, തൻ്റെ അമ്മായപ്പനായിരിക്കുന്ന ശൗൽ തന്നെ തനിക്കെതിരായിട്ട് തിരിഞ്ഞു. അതിനുശേഷം തൻ്റെ മകൻ തനിക്കെതിരായിട്ട് തിരിഞ്ഞു. അത് മാത്രമല്ല, തൻ്റെ മന്ത്രിയായിരുന്ന, അതുപോലെ തൻ്റെ ഉപദേഷ്ടാക്കന്മാരായിരുന്ന, തൻ്റെ സഹായികളായിരുന്ന പലരും തനിക്കെതിരായിട്ട് തിരിയുകയും തന്നെ ഉപദ്രവിക്കാണ്ട് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ദാവീദ് നമ്മൾ കാണുന്നത് ശമൂവേലിൻ്റെ പുസ്തകം എന്ന് പറയുന്നതായ ഒരു പുസ്തകം വിശുദ്ധ ബൈബിളിലുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിങ്ങനെയാണ്: ദാവീദ് തലമൂടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി, കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് അവരോടൊപ്പം കയറി ചെന്നു. എന്ന് പറഞ്ഞാൽ വലിയ മാനസിക പ്രയാസത്തിൽ ദാവീദായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൂട്ടത്തിലുള്ള ഒരു സാധാരണ ജനങ്ങൾ കൂടാതെ തന്നെ തൻ്റെ മകനുണ്ട്, അതുപോലെ തൻ്റെ മന്ത്രിയായിരുന്ന അഹിതോഫേൽ കൂടെയുണ്ട്, അതുപോലെ തൻ്റെ ഉപദേഷ്ടാക്കന്മാരുണ്ട്, തൻ്റെ അനുയായികളായിരിക്കുന്നവരുണ്ട്, സൈന്യാധിപന്മാർ ഉണ്ട്. ഇവരെല്ലാം ഈ ദാവീദ് എന്ന് പറയുന്നതായി മനുഷ്യനെ വേട്ടയാടുകയാണ്, ആക്രമിക്കാൻ വേണ്ടി മുതിരുകയാണ്. അവിടെ നിന്നാണ് താൻ യെരൂശലേം എന്ന് പറയുന്നത് താൻ തലസ്ഥാനം വിട്ടിട്ട് താൻ അവിടെ നിന്ന് ഓടുകയാണ്. കിദ്രോൻ തോട് കടന്ന് അതായത് ഒലിവ് മലയുടെ കയറ്റം കയറുക, ചെരിപ്പിടാതെ, അതുപോലെ തലമൂടിക്കൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ മലയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും അതുപോലെ തൻ്റെ സംരക്ഷണവും തൻ്റെ കരുതലൊക്കെ അനുഭവിച്ചതായ പലരും യേശുവിനെതിരായിട്ട് തിരിഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവിടെ നിന്ന് ഈ ജനമൊക്കെയും യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൈകോർക്കുമ്പോൾ
തനിക്കെതിരായിട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചെന്നറിയാമോ? അതായത് യേശുവും ഇതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് താന് ഈ കിദ്രോൻ തോട് കടന്ന് താന് ഗത്സമന തോട്ടത്തിൽ കടന്ന് ചെല്ലുന്നതായിട്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. ഇതെല്ലാം എന്തിന് ആണ് വിളിച്ചറിയിക്കുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ട്. ആകയാൽ ദാവീദ് പറഞ്ഞതുപോലെ പരിചയം, അതായത് നീയോ കർത്താവേ എനിക്ക് ചുറ്റും പരിചയവും എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു എന്ന് പറയാൻ കാരണമെന്താണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നെല്ലാം സംരക്ഷണ ചെയ്യുന്ന ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നു. ദൈവം അവനെ സംരക്ഷിക്കാനിടയായി തീർന്നു. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടു, അതായത് യേശുവിൻ്റെ ജീവിതത്തിലും പലതര പ്രതികൂലങ്ങൾ വന്നു. തന്നെ അതായത് ക്രൂശിക്കാനുള്ളതായ സകല പദ്ധതികളും ഞാൻ തയ്യാറാക്കി. എന്നാൽ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചാൽ ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വേദപുസ്തകത്തിൽ തന്നെയുള്ളതായ, ബൈബിളിൽ തന്നെയുള്ളതായ ഒരു വേദഭാഗം, എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. മഹാപുരോഹിതൻ അഥവാ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ കാണിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ എന്ന് പറയുന്നതായി യേശു ക്രിസ്തു താൻ നമുക്ക് തുല്യമായി നാം ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുമോ, ഏതെല്ലാം ആക്രമണത്തിൽ കടന്നു പോകുമോ, ഏതെല്ലാം ശത്രുഭീതികളിൽ കടന്നു പോകുമോ, അതിലൂടെ എല്ലാം യേശുവും കടന്നുപോയി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നമുക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് യേശുവും ആ മാർഗത്തിലൂടെ കടന്നു പോകാൻ ഇടയായത്. അതുപോലെ തന്നെയാണ് ശിഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആകയാൽ ദാവീദ് പറയുന്നതായ ആ കാര്യം, നീയോ കർത്താവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. എത്രയെല്ലാം പ്രതികൂലം വന്നോട്ടെ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നോട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നോട്ടെ, പക്ഷേ ഭക്തന് ഒരു സംരക്ഷണം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണെങ്കിൽ, ഒരാക്രമണത്തിൻ്റെ ആ വക്കത്താണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളെ പലരും ആക്രമിക്കാൻ വേണ്ടി മുതിരുന്നതായ ആ സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുക. ആകയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണിലടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പലരും ഭാരത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്നു. പലരെ സമാധാനം നഷ്ടപ്പെട്ടു ഇരിക്കുന്നു. പലരും കർത്താവ് വലിയ ഭീതിയിലാണ്. പലരിടത്തും ആക്രമണ സ്വഭാവമുള്ള പലരും തങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ അവരെ അതിന് രക്ഷിക്കണമേ കർത്താവേ. അവർ സമാധാനം, അവർ സന്തോഷം കൊടുക്കണമേ. അവർക്ക് പ്രതികൂലമായിരിക്കുന്ന വ്യക്തികളെല്ലാം അവർക്ക് അനുകൂലമായി തീരട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് വരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ പ്രാർത്ഥനാ വിഷയം എഴുതിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.